പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു പ്രഭാത വേളയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. മനോഹരമായ ഒരു പ്രഭാതം ദൈവം നമുക്ക് അനുവദനീയമായി തന്നു. ഈ പ്രഭാതത്തിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് യൂട്യൂബിൽ കൂടെ എൻ്റെ ഈ പ്രഭാത ചിന്ത വീക്ഷിക്കുന്ന എൻ്റെ എല്ലാ മാന്യ മിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ഈ പ്രഭാത വന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുമായി പറഞ്ഞൊരു വിഷയം, നമ്മൾ ഈ കൊലോസ്യ ലേഖനത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം പറയാം എന്നുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ ആരംഭം എന്ന വണ്ണം ഒരു കാര്യം മാത്രം പറഞ്ഞ് ഇതിൻ്റെ തുടർമാനമായിട്ടുള്ള ഭാഗങ്ങളായതുകൊണ്ട് ചരിത്രത്തിൻ്റെ പശ്ചാത്തലങ്ങൾ ഓരോ ഭാഗങ്ങളിൽ ഏർപ്പെടുത്തി പോകുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പറയുന്നത് പോലെ ഇതൊരു ഷോർട്ട് മെസ്സേജാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ എല്ലാ കാര്യങ്ങളും കൂടെ നമുക്കിതിൻ്റെ അകത്ത് പറഞ്ഞ് സാധിക്കുകയില്ല. എന്നാൽ ഓരോ പാർട്ടിനോടൊപ്പം അതിൻ്റേതായ ചരിത്ര പശ്ചാത്തലങ്ങൾ കൂടെ പറഞ്ഞ് നമ്മുടെ പ്രഭാത ചിന്തയ്ക്ക് വിരാമം ഇടുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ കൊലോസ്യ പട്ടണം അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പട്ടണമാണ്. മാത്രമല്ല ആ പട്ടണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് പുതിയ നിയമത്തിലെ 12ാമത്തെ ഒരു പുസ്തകമാണ് ഈ കൊലോസ്യ ലേഖനം എന്ന് പറയുന്നത്. ഇതിൻ്റെ ലേഖന കർത്തൃത്വത്തെക്കുറിച്ച് ധാരാളം പഠിപ്പിക്കലുകളുണ്ട്. ഇത് പൗലോസിൻ്റെ ലേഖനമല്ല എന്നും പൗലോസ് മറ്റൊരാളാൽ എഴുതപ്പെട്ടതാണ് എന്നൊക്കെ ഇതിൻ്റെ അകത്ത് തർക്കവിഷയങ്ങളായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഈ തർക്കവിഷയങ്ങൾ അല്ലല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്നത്. ആരെഴുതിയാലും നമുക്ക് മനോഹരമായ ഒരു ലേഖനം കിട്ടി എന്നുള്ളതാണ്. ഇനി പൗലോസിൻ്റേതാണ് എന്ന് തറപ്പിച്ച് പറയുന്ന, പഠിപ്പിക്കുന്ന ധാരാളം ചിന്തകന്മാരുണ്ട്. അവർ പറയുന്നത്, ഫിലോമോൻ എഴുതിയ ലേഖനത്തിൻ്റെ അകത്തെ ആ വാക്കുകൾ, ആ പദങ്ങൾ, അതിന് ഈ കൊലോസ്യ ലേഖനത്തിലെ പദങ്ങളുമായിട്ട് ധാരാളം സാമ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് പൗലോസിൻ്റെ ലേഖനം എന്ന് തറപ്പിച്ച് പറയുവാനുള്ള കാരണം. ഇനി മാത്രമല്ല, ഈ ലേഖനം കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒന്നാണല്ലോ. അപ്പോൾ കാരാഗ്രഹത്തിൽ കിടന്ന് എഴുതിയതായതുകൊണ്ട് തന്നെ പൗലോസിൻ്റേതാണ് എന്ന് തറപ്പിച്ച് പറയുന്ന ധാരാളം പേരുണ്ട്. ഇനി കൊലോസ്യ പട്ടണം സ്ഥിതി ചെയ്യുന്നത് എഫസോസിൽ നിന്നും ഒരു 100 മൈൽ ദൂരെയാണ്. അവിടെ ലവോദിക്കടുത്തുള്ള ഒരു ചെറിയ പട്ടണമാണ് കൊലോസ്യ എന്ന് പറയുന്ന ഈ പട്ടണം. അപ്പോൾ ഈ പട്ടണത്തിലെ ഈ ദൈവസഭയ്ക്കാണ് പൗലോസ് ലേഖനം എഴുതുന്നത്. ഇന്നത്തെ ആ ചരിത്രം അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് നാളെ അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് കേൾക്കുവാൻ കഴിയട്ടെ. അപ്പോൾ ഇവിടെ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ തലവാചകം, ശീർഷകം മറന്നു പോകരുത്, ക്രിസ്തു കൊലോസ്യ ലേഖനത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തു കൊലോസ്യ ലേഖനത്തിൽ എങ്ങനെയാണ് ഇന്നത്തെ പോയിന്റ്, അവൻ സകലത്തിനും ആധാരം എന്നുള്ളതാണ്. സകലത്തിനും ആധാരം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അവൻ സർവത്തിനും മുമ്പെയുള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു എന്ന്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ധന്യനായ പൗലോസിൻ്റെ വീക്ഷണം അത് വളരെ ഗഹനമേറിയ ഒരു വീക്ഷണമാണ്.
നമുക്കാർക്കും വെളിപ്പെട്ട് കിട്ടാത്ത ഒരു ശ്രേഷ്ഠമായ വെളിപ്പാടിൻ്റെ കലവറയാണ് ധന്യനായ പൗലോസിന് ദൈവം പകർന്നു കൊടുത്തത്. താൻ തൻ്റെ പദവിയെല്ലാം വലിച്ചെറിഞ്ഞ് ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണി ക്രിസ്തുവിൻ്റെ പിന്നാലെ താൻ യാത്ര തിരിക്കുമ്പോൾ, പക്ഷെ ഇത്ര ആഴമേറിയൊരു വെളിപ്പാട് ദൈവസഭയെക്കുറിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചും കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെയുള്ള നമ്മുടെ നിത്യവാസത്തെക്കുറിച്ചും ആ മനോഹരമായ ഹാർമ്മ്യത്തെക്കുറിച്ചും ഒക്കെ ഒരു ആഴമേറിയൊരു വെളിപ്പാട് ലഭിക്കപ്പെട്ട അനുഗ്രഹീതനായ ദൈവദാസനാണ് ധന്യനായ പൗലോസ്. അപ്പോൾ ഈ പൗലോസ് രേഖപ്പെടുത്തുകയാണ് എന്താണ്? അവൻ സർവത്തിനും മുൻപേയുള്ളവൻ. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ആധാരമായിരിക്കുന്നു എന്ന വാക്കിന് എന്താ ഒരു തനതായ അർത്ഥം കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നത്? 1 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമും. അപ്പോൾ സകലത്തിനും ആധാരം എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ ഇറങ്ങി പറഞ്ഞാൽ യേശുക്രിസ്തു മുഖാന്തരം സകലവും, ഇനി മാത്രമല്ല അവൻ മുഖാന്തരം നാമും ആകുന്നു എന്നാണ്. അപ്പൊ യേശുക്രിസ്തു മുഖാന്തരം സകലവും. എത്ര ആഴമേറിയൊരു പദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവനല്ലാതെ, ആ ക്രിസ്തുവല്ലാതെ വേറെ ആരാലും സൃഷ്ടിക്കപ്പെട്ട ഒന്നല്ല ഈ ഭൂമി. ക്രിസ്തുവിൻ്റെ കരങ്ങളാൽ രചിക്കപ്പെട്ടതല്ലാത്ത ഒരു സംഭവവും ഈ ഉലകത്തിൽ ഇല്ലവേ ഇല്ല. ഈ പ്രഭാതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു ഏറ്റവും പരമപ്രധാനമായ വിഷയം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആരാണ് എന്നറിയാമോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ചാർപ്പിട്ടപ്പോൾ ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടവനാണ്. നമ്മെ തൻ്റെ സ്വരൂപത്തിൽ നിർമ്മിച്ച കർത്താവാണ്. അവൻ സകലത്തിനു മുൻപേ ആധാരമായിരിക്കുന്നവനാണ്. ആ ഒരു പദം ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ആധാരം. എന്താ ഈ ആധാരം? നമുക്കറിയാം, നമ്മൾ നമ്മുടെ വീടിൻ്റെ ആധാരം, വസ്തുവിൻ്റെ ആധാരം എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരുവൻ്റെ പേരിൽ ഒരാധാരം എഴുതപ്പെട്ടാൽ ആരുടെ പേരിലാണോ ആ ആധാരം എഴുതപ്പെട്ടത് അവന് മാത്രം അവകാശമുള്ളതാണ് ആ പ്രോപ്പർട്ടി, ആധാരം എന്ന് പറയുന്നത്. അതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിന് എതിരെ ഒന്ന് മെനയാനോ പിന്നീട് അനുവാദമില്ല. ഇവിടെ പലരും ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കുന്നുണ്ട്. പക്ഷേ ഒറിജിനൽ ആധാരം ആരുടെ പേരിലാണോ അദ്ദേഹമാണ് അതിൻ്റെ ഉടമസ്ഥൻ. അങ്ങനെയാണെങ്കിൽ അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിൻ്റെ കരത്താൽ തീരാധാരമായി എഴുതപ്പെട്ട ഒന്ന് സകലതും. ഞാൻ ഈ പറയുന്ന ഭാഗത്ത് സകലതും എന്ന് പറയുമ്പോൾ സകലതും അതിൻ്റെ അകത്തുണ്ട്. ഞാനും നീയും അതിൻ്റെ അകത്തുനിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നില്ല. ഭൂമിയിലെ ഒരു വസ്തുക്കളും അതിൻ്റെ അകത്തുനിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നില്ല. സകലവും അവനാൽ. ഈ പ്രഭാതത്തിൽ സകലവും നമ്മുടെ കർത്താവിനാൽ രചിക്കപ്പെട്ടതാണെങ്കിൽ എന്തിന് നമ്മൾ പരിഭ്രമിക്കുന്നു? എന്തിന് നമ്മൾ ആവലാതിപ്പെടുന്നു? എന്തിന് നമ്മൾ വേദനപ്പെടുന്നു? നമുക്ക് വേണ്ടി സകലതും നിർമ്മിച്ചിട്ട് ഫിലിപ്പിയ ലേഖനത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവമോ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരാൻ കഴിവുള്ളൊരു ദൈവത്തെ അല്ലേ സേവിക്കുന്നത്? സകലവും അവൻ മുഖാന്തരമാണെങ്കിൽ
ശകലമല്ല സകലവും അവൻ മുഖാന്തരമാണെങ്കിൽ ആ ദൈവത്തിന് സകലതും കഴിയും. ഈ പ്രഭാതത്തിൽ നിന്റെ ഏത് വിഷയങ്ങളാണെങ്കിലും, ഭാരമേറിയ ഏത് വിഷയങ്ങളാകട്ടെ, അധികം പ്രയാസമുള്ളത് ആ കർത്താവിൻ്റെ കരത്തിലേക്ക് സമർപ്പിച്ച് ഈ പ്രഭാതം ഒരു വിടുതലിൻ്റെ പ്രഭാതമാണ്. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മനോഹരമായ നല്ല സമയത്തിനായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ. താങ്ക് യു സോ മച്ച്.